വടക്കേറ്റത്തേക്ക് പോകുന്നു. അവിടെ കാസർഗോഡും ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് കണ്ടത്. ഒരു ത്രികോണ മത്സരത്തിൻ്റെ എല്ലാ ആവേശവും തുടക്കം തൊട്ടേ പ്രചാരണത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അവസാന മണിക്കൂറുകളിൽ എങ്ങനെയാണ്? KV ബൈജു വിവരങ്ങളുമായി ചേർന്നു. ബൈജു, ഒരുപക്ഷെ അപ്രവചനീയം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ പലയിടത്തും മത്സരം നടക്കുന്ന കാസർഗോഡ് ഉറപ്പായും അവസാന മണിക്കൂറിൽ ആ ആവേശവും കാണുമല്ലോ. എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കൊട്ടിക്കലാശം? ശ്രീജ, ഞാനിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് നഗരസഭയിലാണ് ഇപ്പോൾ കൊട്ടിക്കലാശമുള്ളത്. എന്തായാലും ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. LDF സ്ഥാനാർത്ഥിയുടെ ഒരു കൊട്ടിക്കലാശം ഇപ്പോൾ തത്സമയം കാഞ്ഞങ്ങാട്ടിൽ നിന്ന് കാണുന്നത് വലിയ തോതിലുള്ള ഒരു കൊട്ടിക്കലാശം ഓരോ രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശം തന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് പറഞ്ഞതെന്ന് പറയേണ്ടതും നഗരസഭാ സ്ഥാനാർത്ഥി VV രമേശ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും നമുക്ക് കാഞ്ഞങ്ങാട് നഗരസഭയിൽ മൂന്നാം വട്ടവും വലതുപക്ഷം ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ പറയാനുള്ളത്. കൊട്ടിക്കലാശം വാർഡുകളിലാണ് കൊട്ടിക്കലാശം. എല്ലാ വാർഡിലും കൊട്ടിക്കലാശമുണ്ട്. ടൗണുമായി ബന്ധപ്പെട്ട 2-3 വാർഡുകൾ മാത്രമാണ് ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ വാർഡുകളിലും കൊട്ടിക്കലാശമാണ്. ഇതേപോലെ 10-35 വാർഡുകളിൽ ഇതേപോലെ പരിപാടി നടത്തുന്നു. ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം കേന്ദ്രീകൃതമായ ഒരു കൊട്ടിക്കലാശം. അതിന്റെ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാണുന്നത് സംഭവിച്ചില്ല. വലിയ തോതിലുള്ള ക്രമസഭാ ഒരു കൊട്ടിക്കലാശം പാർട്ടികൾ തീരുമാനിച്ചത് മറ്റു ജില്ലകളെ പോലെ തന്നെ ഇപ്പോൾ കാഞ്ഞങ്ങാട് നഗരത്തിലാണ് വലിയ ആളുകളുള്ള ആ ഒരു കൊട്ടിക്കലാശം അത് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുന്നേറ്റമുണ്ടാവും. ഇടതുപക്ഷ മുന്നേറ്റം എന്തായാലും കാഞ്ഞങ്ങാട് നഗരസഭാ അതിർത്തിയിലുണ്ടാവും. വലിയ രൂപത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് ഇഞ്ചോടിഞ്ചാണ് ഒരു അംഗത്തിനെ കൊണ്ടാണ് ഭരിച്ചത്. എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത്? ജില്ലയിലുടനീളം ആയിരക്കണക്കിന് വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വീടുകൾ കയറി മുഴുവൻ വോട്ടർമാരെയും നേരിൽ കണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കും. ഈ കുട്ടിക്കലാശം ഒരു ഗംഭീരാക്കാൻ തന്നെയാണ് തീരുമാനം. എല്ലാ വാർഡുകളിലും ആവേശകരമായിരിക്കും. ഇത് നഗരത്തിലെ 4 വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. വളരെ ആവേശകരമായിരിക്കും ഈ കുട്ടിക്കലാശം. വലിയ തോതിലുള്ള ആവേശം കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിച്ച് കാഞ്ഞങ്ങാട് നഗരസഭാ സ്ഥാനാർത്ഥി VV രമേശൻ, അതായത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ രംഗത്തിറക്കി CPM മൂത്തവണ വലിയ തോതിൽ അത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കാഞ്ഞങ്ങാട് നഗരസഭ നിലവിൽ കാഞ്ഞങ്ങാട് നഗരസഭ LDF ആണ് ഭരിക്കുന്നത്. ഇത്തവണയും ഭരണം അത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് ഓരോത്തിന്റെ തലത്തിൽ ഭരണം ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ഇത്തവണ അത് പഞ്ചായത്തുകളിൽ 38 പഞ്ചായത്തുകളിൽ 19
സംസ്ഥാനത്തെ 7 ജില്ലകളിൽ വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. മറ്റ് 7 ജില്ലകളിൽ, എറണാകുളത്തിന് വടക്കോട്ടുള്ള 7 ജില്ലകളിൽ പരസ്യ പ്രചാരണം ആവേശകരമായ അവസാന മണിക്കൂറിലുമാണുള്ളത്. തൃശൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള 7 ജില്ലകൾ മറ്റന്നാളാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിൽ ആവേശവും ഊർജ്ജവും മുഴുവൻ പുറത്തെടുക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തകരും അണികളും എല്ലാം. ആ കാഴ്ചകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം.